ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എമീസോൺ വേൾഡ്. അപ്പോൾ ഞാൻ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2022 സിലബസിൻ്റെ ക്ലാസ്സുകൾ ഇടാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഇത് എത്രത്തോളം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാനിപ്പോൾ ഫൈനലിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ടൈമിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. എനിക്കിപ്പോൾ ഇതിൻ്റെ വെരി ബിഗിനിങ് ടിൽ ദി എൻഡ് വരെ എനിക്ക് കവർ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ എക്സാമിന് മുന്നായിട്ട് തീർക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇതിൽ നമ്മുടെ ചാപ്റ്റേഴ്സ് വരുന്നത് ഇതൊക്കെയാണ്. പണ്ടത്തെ 2016 സിലബസിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ചധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എടുക്കാനായിട്ട് പോകുന്നത് സെക്ഷൻ എ, അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ്. ഇപ്പോൾ ഇതിന് എത്ര ശതമാനം ഉണ്ട്? സെക്ഷൻ എക്ക് അതെ, ഈ സംഭവം ശരിക്കും അവർ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഫൈനലിൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഫൈനൽ 2022 സിലബസാണ് ഞാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ. 2022 സിലബസിലാണ് ഞാൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിലും ഇതുമാതിരി തന്നിട്ടുണ്ട്, ഈ ഒരു പേഴ്സൻറ്റേജ് വൈസ് തന്നിട്ടുണ്ട്, വെയിറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. ആ വെയിറ്റേജ് അവർ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും 2022 സിലബസ് ഇൻ്റർമീഡിയറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ചാപ്റ്ററിന് അവർ 15% വെയിറ്റേജ് ഉള്ളത്. ഓക്കെ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് 3 ചാപ്റ്റേഴ്സിനാണ്. ഒരു ചാപ്റ്ററിന് തന്നെ 20% വെയിറ്റേജ് വരുന്നുണ്ട് അല്ലേ. മൂന്നാമത്തേതും നാലാമത്തെ പാർട്ട്ണർഷിപ്പും പിന്നെ അതുപോലെ ലാസ്റ്റത്തെ അക്കൗണ്ടിങ്ങും. ഓക്കെ, അതിനുശേഷം നമുക്ക് വെയിറ്റേജ് വരുന്ന ഒരു കേസാണ് അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റ്സ് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എടുത്ത് തുടങ്ങാനായിട്ട് പോണേ. ആദ്യം തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ 4 ഫ്രെയിംവർക്ക്സ് ഓഫ് അക്കൗണ്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഇതിലെടുക്കുന്നത്. അത് ഒന്നുമില്ല, 4 ഫ്രെയിംവർക്ക്സ് ഓഫ് അക്കൗണ്ടിങ് സിമ്പിളാണ്, നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ 4 ഫ്രെയിംവർക്ക്സ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, തിയറി സെക്ഷനിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് 4 ഫ്രെയിംവർക്ക്സ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ആദ്യം തന്നെ എന്താ വരുന്നത്? കോൺസെപ്ച്വൽ ഫ്രെയിംവർക്കാണ് ആദ്യം വരുന്നത്. അപ്പോൾ എന്താണ് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്കിനുള്ളിൽ അവർ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, ഈ ഒരു ഫ്രെയിംവർക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നൊരു സംഭവമാണ് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ഇത് 2 പാർട്ടാണുള്ളത്, ഒബ്ജക്റ്റീവ്സും ഫണ്ടമെൻറ്റൽസും. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗൈഡാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഗോൾസാണ് ഈ ഒബ്ജക്റ്റീവ്സിനുള്ളിൽ വരുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പാർട്ടാണ് ഫണ്ടമെൻറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഗോൾസ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫണ്ടമെൻറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോൾസിനെ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കോൺസെപ്റ്റിനെയാണ് ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോൺസെപ്റ്റൽ ഫ്രെയിംവർക്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്ത് റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്സ് ദ പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് വാട്ട് ഇൻഫോർമേഷൻ ഇറ്റ് ഷുഡ് പ്രൊവൈഡ്. പിന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് ഇവിടെ പറയും. അതുപോലെ തന്നെ എന്ത് ഇൻഫോർമേഷനാണ് അത് കൊടുക്കേണ്ടത്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ക്വാളിറ്റീനെ അത് ഗൈഡ് ചെയ്യും. അതിൻ്റെ പ്രിപ്പറേഷനിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെയാണ് ഗൈഡ് ചെയ്യപ്പെടുന്നത്. പിന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസൊന്നും ഇല്ലെങ്കിൽ അക്കൗണ്ടൻസിന് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്ന് ചില സമയത്ത് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിൽ ഈ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്കാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവുന്നുണ്ടാവില്ല. ഇത് തിയറി സെക്ഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. എന്നാലും ഈ ഒരു കാര്യത്തിന് ചെറിയൊരു എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കമ്പനിയുടെ സെയിൽസ് റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. കമ്പനിയുടെ സെയിൽസ് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 2 പാർട്സാണ് ഇവിടെ ഉള്ളത്, ഒബ്ജക്റ്റീവ്സും ഫണ്ടമെൻറ്റൽസും. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? എനിക്ക് ആക്യുറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യണം. എന്തിനാ ആക്യുറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യുന്ന? ഇൻവെസ്റ്റേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇത് ആവശ്യമാണ്. അതുകൊണ്ട് ഇത് ആക്യുറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പാർട്ടാണ് ഫണ്ടമെൻറ്റ്സിൽ എന്താണ്? ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന സെയിൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ആക്യുറസി, അതിൻ്റെ റിലയബിലിറ്റി, അതിൻ്റെ കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡാണ് ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുന്നത്. അതൊക്കെ ഞാൻ നോക്കണം ഞാൻ എൻ്റെ കമ്പനിയുടെ സെയിൽസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ.
പിന്നെ പറയുന്നത് എന്താണ്, നമ്മൾ ചോദിച്ചു എന്ത് റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചില്ലേ. ആ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എങ്ങനെ കമ്പനിയുടെ സെയിൽസ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എന്താ റിപ്പോർട്ട് ചെയ്യേണ്ടത്, കമ്പനിയുടെ സെയിൽസ് അല്ലേ, സെയിലിൻ്റെ എമൗണ്ടും റിപ്പോർട്ട് ചെയ്യണം, ഡേറ്റും റിപ്പോർട്ട് ചെയ്യണം. എങ്ങനെയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത്, റവന്യൂ ആയിട്ടാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാണ് അത് ഞാൻ പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ കാര്യമാണ് ഇതിൽ വരുന്നത്, ഈ കോൺസെപ്ച്വൽ ഫ്രെയിം വർക്കിൽ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, ഈ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞൻ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ നോട്ട്സ് എങ്ങനെ ശരിയാക്കിയിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് മെമ്പർഷിപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിരിക്കുകയാണ്. ₹29 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞ് പിന്നെ മെമ്പർഷിപ്പ് അടുത്ത മാസം നിങ്ങൾ ₹29 അടച്ചില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഫോൺ സ്റ്റോറേജിൽ ഉണ്ടാവുമല്ലോ ഡൗൺലോഡ്. പിന്നെ നിങ്ങൾക്ക് അതിന് കുഴപ്പം വരുന്നില്ല. പിന്നെ വീഡിയോ കാണാനായിട്ടാണ്, ചില വീഡിയോസ് കാണാൻ വേണ്ടി മാത്രമേ പ്രശ്നങ്ങൾ വരുള്ളൂ. പക്ഷെ നോട്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പിന്നെ അവൈലബിൾ ആയിരിക്കും, അത് ഡൗൺലോഡ് ചെയ്തിടണം കേട്ടോ. പിന്നെ അങ്ങനെ. അപ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കോൺസെപ്ച്വൽ ഫ്രെയിം വർക്ക്. ഓക്കെ, അപ്പോൾ കോൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തത് പറയുന്നതാണ് ലീഗൽ ഫ്രെയിം വർക്ക്. അപ്പോൾ ലീഗൽ ഫ്രെയിം വർക്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ബിസിനസ് വ്യത്യസ്ത നിയമങ്ങൾ പ്രകാരം ഗവേൺ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പാർട്ണർഷിപ്പ് ആക്ട് ഉണ്ട് അല്ലേ, കമ്പനീസ് ആക്ട് ഉണ്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ഇൻഷുറൻസ് ആക്ട്, അങ്ങനെ ഒരുപാട് ആക്ടുകളുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ബിസിനസ് എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത് എന്ന് ഗൈഡ് ചെയ്യുന്ന നിയമങ്ങളാണ് ഇവയൊക്കെ. ഓക്കെ, ഇപ്പോൾ ഇവ എന്താണ് ചെയ്യുന്നത്, ഇവർ റിസോഴ്സസിനെ മാനേജ് ചെയ്യും, ആക്ടിവിറ്റീസിനെ ഫിനാൻസ് ചെയ്യും, റെക്കോർഡുകൾ വെക്കും, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ലീഗൽ ഫ്രെയിം വർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്, അക്കൗണ്ടിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് റൂളുകളും ഗൈഡ് ലൈൻസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ലീഗൽ ഫ്രെയിം വർക്കിൽ പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്കിൽ നമ്മുടെ ട്രസ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്കിലുള്ളത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രസ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഇപ്പോൾ ICAI അല്ലേ, അവർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് IASB എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ട്രസ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവർ കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഒരു സെക്ഷനിൽ പറയുന്നത് 2 സെറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന് സാധാരണ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, പിന്നീടുള്ളത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. പിന്നെ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണിത്, CAS എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ അതിനെ പറ്റിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം വർക്കിൽ പറയുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് പറയുന്നത് റെഗുലേറ്ററി ഫ്രെയിം വർക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് വാരിയസ് അതോറിറ്റീസ് ആണ് ഓഫ് കോഴ്സ്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ RBI മണി മാർക്കറ്റ് ഗവേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് ഇപ്പോൾ RBI മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു വാട്ടർ ടാങ്ക് മനസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ ടാങ്കിൽ എന്ത് വേണം, വെള്ളം നിറഞ്ഞു വെക്കണം. ഇപ്പോൾ ഈ വാട്ടർ ടാങ്കിനെ ആണ് ഞാനിവിടെ, വാട്ടർ ടാങ്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മണി മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ മണി മാർക്കറ്റിനുള്ളിൽ, അതായത് ഈ വാട്ടർ ടാങ്കിനുള്ളിൽ നിറയെ വെള്ളം വേണം. അപ്പോൾ ഈ വെള്ളം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, മണിയാണ്, ക്യാഷാണ്, അങ്ങനെ വിചാരിക്കാം. അപ്പോൾ RBI എന്താ ചെയ്യുന്നത്, നമ്മുടെ എക്കണോമിയിൽ നമുക്ക് മണി സപ്ലൈ കൂടണമെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ RBI ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും, കുറയ്ക്കും. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് നിറയെ പണം ഇവിടെ അല്ലേ, ഒരുപാട് പേര് ബോറോ ചെയ്യും, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് അല്ലേ. അങ്ങനെ അപ്പോൾ മണി സപ്ലൈ കൂടണമെങ്കിൽ RBI എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. മണി സപ്ലൈ കുറയ്ക്കണമെങ്കിലോ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ബോറോ ചെയ്യുന്നതും അതൊക്കെ ചെയ്യുന്നത് കുറയ്ക്കില്ലേ.
അതുപോലെ തന്നെയാണ്. അതാണ് ഈ റെഗുലേറ്റ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റിസഷൻ ഒക്കെ വരുമ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു പ്രക്രിയയാണ് അവർ യൂസ് ചെയ്യുന്നത്. എക്കണോമിക് സ്റ്റെബിലിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്, ഇൻഷുറൻസ് IRDA ആണ്. അങ്ങനെ ഒരുപാട് റെഗുലേറ്റിംഗ് പവേഴ്സുകളുണ്ട്, അതോറിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ റെഗുലേഷൻസ് ഈ റെഗുലേഷൻസ് അക്കൗണ്ടിങ്ങിനെയും റിപ്പോർട്ടിങ്ങിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെബി ലിസ്റ്റഡ് ഫേംസിൻ്റെ അക്കൗണ്ടിങ്ങിനും റിപ്പോർട്ടിങ്ങിനെയും എഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ IRDA എന്ന് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ അക്കൗണ്ടിങ്ങിലും റിപ്പോർട്ടിങ്ങിലും എഫക്റ്റ് ചെയ്യുന്നു അല്ലേ. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്താ ഉണ്ടാവുക, അവിടെ റിപ്പോർട്ടിംഗ് ക്വാളിറ്റി വർദ്ധിപ്പിക്കും. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞിരിക്കുകയാണ് 1.1. ഇനി നമുക്കുള്ളത് 1.2 ആണ്.